സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ശ്രീ ലെനിൻ രാജേന്ദ്രന് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. മലയാള സിനിമയുടെ ആദ്യ സിനിമയായിട്ടുള്ള വിഗതകുമാരനിൽ ഒരു നായർ പെൺകുട്ടിയായി അഭിനയിക്കാൻ അതിൻ്റെ സംവിധായകൻ ജെ.സി. ഡാനിയേൽ എത്ര കണ്ട് അലഞ്ഞിട്ടും കിട്ടാതെ വന്നപ്പോഴാണ് റോസി എന്ന ഒരു ദളിത് പെൺകുട്ടിയെ ആ കഥാപാത്രത്തിലേക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ റോസി ഒരു നായർ പെണ്ണായി അഭിനയിച്ചു എന്നുള്ളതിൻ്റെ കോലാഹലം നമ്മളൊക്കെ അറിഞ്ഞതാണ്. ഇന്നോ റോസിമാർ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ നിലയിൽ പോലും പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവിടെ വലിയ വലിയ സമുദായത്തിലെ മുന്തിയ ആളുകളുടെ മക്കൾ ഈ രംഗത്തേക്കൊരു തള്ളിക്കയറ്റം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഗ്ലാമറും പണവും മാത്രമാണ് ആധാരമായിട്ടുള്ളത്. കല പലപ്പോഴും അതിൻ്റെ രണ്ടാം സ്ഥാനത്തേ വരുന്നുള്ളൂ. അപ്പോൾ കല കൊണ്ട് ജീവിക്കുക എന്നുള്ളത് സ്ത്രീകളെ അതിലേക്ക് അയക്കണമോ എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്കണ്ഠയിൽ എപ്പോഴും നിറയുന്നതാണ്. ലെനിൻ സാർ പറഞ്ഞ പോയിന്റ് വളരെയധികം പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ആസ്പെക്ട്സ് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ വളരെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കാസ്റ്റ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ക്ലാസ് ഡിഫറൻസിയേഷൻ എന്നുള്ളതാണ്. എത്രത്തോളം ക്ലാസ് ആൻഡ് കാസ്റ്റ് റെപ്രസെൻറ്റേഷൻ സംഭവിക്കുന്നുണ്ട് സിനിമയിൽ ബിയോണ്ട് ജെൻഡർ? ഉറപ്പായിട്ട് ക്ലാസ് ആൻഡ് കാസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഭയങ്കരമായിട്ടുണ്ട്. ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ സാർ തന്നെ പറഞ്ഞ പോലെ ഗ്ലാമർ. വാട്ട് ഈസ് ഗ്ലാമർ? Color skin, dressing in a certain way, having certain traits that are associated with a certain class. So I think these are the elements that make ഇപ്പോൾ ഒരു സ്ത്രീ സിനിമയിൽ വരുവാണെങ്കിൽ കുറച്ച് ഡാർക്ക് സ്കിൻ ആണെങ്കിൽ വരാൻ അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ഒരു സർട്ടൻ രീതിയിൽ മേക്കപ്പോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ത്രീ ആണെങ്കിലും വരാൻ പറ്റത്തില്ല. പിന്നെ ഈ ഏജ്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് വിച്ച് പ്ലേ ഔട്ട് ഇൻ സിനിമ ആൻഡ് ഇറ്റ് ഈസ് ട്രൂലി എ റിഫ്ലെക്ഷൻ. നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പോലെ തന്നെ ഈ സിനിമയിലും ഉറപ്പായിട്ടും നടക്കുന്നുണ്ട്. കാസ്റ്റ് ഡിഫറൻസിയേഷനെ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്? ഇത് നമുക്ക് പലപ്പോഴും അത് ആരും പറയില്ല, പ്രകടമായി പറയില്ല. പക്ഷേ സട്ടിലായിട്ട് ഭയങ്കരമായിട്ടുണ്ടാവും. കാരണം ഇപ്പം നമ്മളിപ്പോൾ കാസ്റ്റിംഗ് നടത്തുമ്പോഴൊക്കെയാണ് അത് ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ പൈസ കൊണ്ടുവരുന്ന രീതിയിൽ, അതായത് എന്താ പറയുക, നമ്മൾ അതിനകത്ത് മാർക്കറ്റ് വിപണന സാധ്യത ഉണ്ടല്ലോ ചില ആൾക്കാരെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ലെവലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കാർക്കൊന്നും അത് പ്രശ്നമല്ല. അത് അവർ ആ ലെവലിൽ എത്തുന്നവരെ അവർ അതിനകത്ത് ഇതെല്ലാം കടന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഉള്ള ആൾക്കാരുടെ കാര്യങ്ങൾ വരുമ്പം, അത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ മറ്റേ ഇങ്ങനത്തെ കാസ്റ്റിംഗ് വരുമ്പം, അത് നായികയാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ, ഒരുപാട് തരത്തിലുള്ള ഓപ്പണായിട്ടൊന്നും പറയത്തില്ല. പക്ഷേ ഈ പറയുന്ന പോലെയുള്ള പല കാര്യങ്ങൾ വരും. പിന്നെ ഈ പറയുന്ന ടെക്നിക്കലായിട്ടുള്ള ആൾക്കാർ, നമ്മളിവിടെ എത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരെ എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരെ ഓരോരുത്തരുടെ അവരുടെ പേരുൾപ്പെടെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. സാർ പറയുന്നത് വളരെ ട്രൂ ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉള്ള പ്രശ്നം വെച്ചാൽ ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു കടമ്പ തന്നെ ചാടി കിടക്കാനായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും നമുക്ക് ആർക്കും അതങ്ങനെ എത്രത്തോളം സാധിച്ചിട്ടുണ്ട്, അത് നമ്മുടെ മുമ്പോട്ടുള്ള കരിയറിൽ എങ്ങനെയൊക്കെയാണ് ഈ ഇപ്പോഴത്തെ കാലത്ത് ഇനിയുള്ള കാലത്തൊക്കെ അത് വരിക എന്നൊക്കെയുള്ള ആശങ്കകൾ നമ്മൾ മനസ്സിലാകത്ത ആ ഇൻസെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സ്പേസ് എന്തായാലും ഇല്ല. അതിനുള്ളൊരു പവറും നമ്മൾ ആരും തന്നെ കാരണം നമ്മൾ ഒരു ഡിസിഷൻ മേക്കിംഗ് രംഗത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം നമ്മളെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്നാണ് നമ്മളെ തന്നെ പറയുന്നത്. മണി നമ്മളല്ല ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മളൊരു വർക്ക് അന്വേഷിച്ച് ചെല്ലുന്നു, നമ്മൾ ആ വർക്ക് സ്പേസിൽ നമ്മൾ ഫിറ്റ് ഇൻ ആവാൻ ശ്രമിക്കുന്നു.
അങ്ങനെയുള്ള സ്പേസിനകത്ത് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ തന്നെ നമ്മളെ അവർ ആ സ്പേസിലേക്ക് പരിഗണിക്കുന്നത് തന്നെ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടെ തന്നെയാണ് നമ്മളെല്ലാവരും അവിടെ നിൽക്കുന്നത്. പക്ഷേ ഈ ജെൻഡർ എന്ന കടമ്പയെ പോലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്ത് ഈ ഒരു ഇഷ്യൂ നമുക്ക് എങ്ങനെ അവിടെ അഡ്രസ്സ് ചെയ്യണമെന്ന്, അതിനു വേണ്ടി എങ്ങനെ വാദിക്കും, അല്ലെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് എന്നൊന്നും. പക്ഷേ ഒരു കഥാപാത്രത്തിനെ പോലും, ഒരു മെയിൻ പ്രൊട്ടഗോണിസ്റ്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ പോലും ജാതി ഒരു ഘടകമാകുന്നുണ്ട് ക്യാരക്ടർ. പിന്നെ എൻ്റെ ഞാൻ ആദ്യമായിട്ട് ഷോർട്ട് ഫിലിം അറ്റംപ്റ്റ് ചെയ്തത് പന്തിഭോജനം എന്ന് പറയുന്ന ഒരു ഇതായിരുന്നു. അത് ഭക്ഷണത്തിൻ്റെ രാഷ്ട്രീയമായിരുന്നു. അതിലിങ്ങനെ ഓരോ ജാതിയെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ സിനിമ എടുക്കാനായിട്ട് ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ള ഒരു സംഭവം ഇപ്പോഴത്തെ ഈ മീ ടു ക്യാമ്പയിൻ പറയുന്ന പോലെയാണ്. ഇതൊക്കെ ഉണ്ടോ നമ്മുടെ ഇടയിൽ? മലയാളികൾ നമ്മൾ ഇത്രയും പ്രബുദ്ധരല്ലേ? നമ്മളോ ജാതിയോ ജാതിക്കകത്തുള്ള വേർതിരിവോ? ഒരു സ്ഥലത്തെ ഒരു തരത്തിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഭക്ഷണത്തിന് രാഷ്ട്രീയമോ? 3-4 കൊല്ലം കഴിഞ്ഞ് ബീഫിന്റെ രാഷ്ട്രീയം വന്നപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒറ്റയടിക്ക് മനസ്സിലാവുകയും ആ സിനിമ വളരെ ആൾക്കാർ ചോദിച്ചു വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ പല കാര്യങ്ങളും ഉറക്കം നടിക്കുകയാണ്. കാരണം ആ വിപണിയുടെ താല്പര്യങ്ങൾ അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ഇത്തരം സാധനങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ആസ് ആൻ ഇൻഡസ്ട്രി നമുക്ക് താല്പര്യമില്ല. അതൊക്കെ അഡ്രസ്സ് ചെയ്താൽ നമുക്ക് ഒരു ലാഭം ഉണ്ടാവുന്ന കാലത്ത് അത് തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യപ്പെടും. ഇപ്പൊ പ്രയോറിറ്റി ലിസ്റ്റിൽ അങ്ങനെ ഒരു ലിസ്റ്റിൽ അങ്ങനത്തെ ഒരു സാധനം ലെൻസറൊക്കെ ഇതിൽ പറയുമ്പോൾ മാത്രമാണ് നമുക്കതൊക്കെ ചർച്ച ചെയ്യണമെന്ന് പോലും വരുന്നൊരു സാധനം. അതൊരു ഒരിക്കലും പ്രയോറിറ്റി ലിസ്റ്റ് അല്ല. നമ്മൾ ആസ് എ വിമൻ നമ്മളൊരു 3-4 സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ അവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു സാധനം അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു ഹെൽപ്ലെസ്നെസ് എൻ്റെ ഭാഗത്ത് എനിക്കത് ഉണ്ടെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഹെൽപ്ലെസ്നെസ് കൊണ്ട് അത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ തന്നെ നമ്മളത് കണ്ടുകൊണ്ട് അതിങ്ങനെ നമ്മുടെ മുമ്പിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.